സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരൊറ്റ തെറ്റ് ചെയ്താൽ മതി. അശ്വിനി നക്ഷത്രക്കാരുടെ ജീവിതം പൂർണ്ണമായിട്ടും തകരും. നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം സമാധാനവും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകാൻ പോകുകയാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം സ്വന്തം വാശി ജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ റിസ്കിലാക്കാൻ നിങ്ങൾ മടിക്കില്ല. മറ്റുള്ളവർ എന്തുപദേശിച്ചാലും തലതിരിഞ്ഞ് നടന്ന് ആപത്തിൽ ചാടുന്നത് നിങ്ങളുടെ പ്രധാന പ്രശ്നമാണ്. പക്ഷെ എത്ര വലിയ ദുരന്തത്തിൽ വീണാലും തീന്ന് ഉയർന്നു വരെ ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡ് മതി. കയ്യിലുണ്ടായിരുന്ന പണം അനാവശ്യമായിട്ട് ചോർന്നുപോയി. വിശ്വസിച്ച പലരും കൂടെ നിന്ന് ചയിച്ചു. ജോലിയിൽ തലവേദന മാത്രം ബാക്കിയായി. എന്നാൽ ഈ അടിയോടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഓഫീസിലെ അനാവശ്യ വഴക്കുകളിൽ ഇടപെട്ടാൽ സെപ്റ്റംബർ പകുതിയോടെ ജോലി തെറിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മേലധികാരികളോട് ചൂടാകരുത്. അവരെന്ത് പറയുന്നു അത് കേട്ടിട്ടിരിക്കുക. പക്ഷെ സെപ്റ്റംബർ 15-ന് ശേഷം നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ വാതിൽ തുറക്കും. വിദേശത്തോ പ്രമുഖ കമ്പനികളിലോ കാത്തിരിക്കുന്ന ജോലി നിങ്ങളെ തേടിയെത്തും. സെപ്റ്റംബർ മാസത്തിൽ വലിയ ആവേശത്തിൽ വൻ തുക ഇൻവെസ്റ്റ് ചെയ്യാനോ ആർക്കെങ്കിലും കടം കൊടുക്കാനോ പോയാൽ ആ പണം ജീവിതത്തിൽ തിരികെ എന്തായാലും കിട്ടില്ല. അതുകൊണ്ട് ഒരു സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കുക. പഴയ ബാധ്യതകൾ തീർക്കാൻ അപ്രതീക്ഷിത വഴികളിലൂടെ കയ്യിൽ വൻ തുക വരികയും ചെയ്യും. അതുകൊണ്ട് കടം വീട്ടാണ്ടെങ്കിൽ അതൊക്കെ വീട്ടുക. സമാധാനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും കടം ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അതുപോലെ കുടുംബമായിട്ട് കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം വാശിയും മാറ്റി വെച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായിട്ട് എന്നേക്ക് പിരിയേണ്ട അതിൻ്റെ ഒരു തുടക്കമാവും. തെറ്റിദ്ധാരണകൾ മാറ്റി തുറന്ന് സംസാരിച്ചാൽ കുടുംബത്തിൽ വലിയ സന്തോഷം സമാധാനം തിരിച്ചു വരും. അതുപോലെ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ അലസത കാണിച്ചാൽ ആഗ്രഹിച്ച കോഴ്സുകളുടെ സീറ്റ് എന്തായാലും നഷ്ടപ്പെടും. എന്നാൽ സെപ്റ്റംബറിൽ കൃത്യമായി ശ്രദ്ധിച്ചാൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾ ഒന്നാമതെത്തും. അന്ന് ഈ ദുരന്തങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ എണീച്ചിട്ട് സൂര്യന് ജപിക്കുക. അല്ലാണ്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യുക.